വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. യൗവനത്തിൻ്റെ ആത്മീയ വിരുന്നിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തെന്ന് യോഹന്നാൻ 15:16 ഓർത്തിരിക്കുക. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അനുഗ്രഹങ്ങളുടെ നടുവിൽ ജോലിയുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും എന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് കരുതുന്ന ഒരു യൗവനത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുക ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ ജീവിതത്തിൽ എന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പേർപ്പസ്, ഈ ലോകത്തിൽ എന്തിന് ഞാൻ ജനിച്ചു? ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ചിലപ്പോൾ ചില ഫ്ലാഷ് പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം. അതിലേറെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നെക്കൊണ്ട് ഈ ലോകത്തിൽ ഒരു ഉപകാരവുമില്ല, എന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർ നല്ലതാണ്, ഞാനോ എനിക്ക് ഒന്നിനും കൊള്ളിയല്ലാത്ത എന്തോ ഒന്നാണ് എൻ്റെ നെഞ്ചിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എഫെസസ് 2:10 ഇന്ന് നിങ്ങൾക്ക് വചനമായി ദൈവം നൽകുക. അതിങ്ങനെയാണ് പറയുക: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ പദ്ധതികൾക്കായി ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ദൈവം നിങ്ങളെ തൊടാൻ പോകുകയാണ്. ലോകം ഒഴുകുകയാണ്. അല്ലയോ ചങ്ങാതി, ഒരിക്കലെങ്കിലും മരണത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും നീ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൻ്റെ കണക്കെടുത്താൽ ഒരു സെക്കൻഡിൽ 4 പേർ ഈ ലോകത്ത് ജനിക്കുന്നുണ്ട്. എന്നാൽ മരിക്കുന്നവർ ഒരു സെക്കൻഡിൽ 2 പേരാണ്. ഒരു മിനിറ്റ് എടുത്താൽ 250 പേര് ലോകത്ത് ജനിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ 105 പേർ മരണത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയുടെ കണക്കിലേക്ക് കടന്നു വന്നാൽ ഒരു മിനിറ്റിൽ 34 പേർ ഇവിടെ ജനിക്കുമ്പോൾ 10 പേർ ഒരു മിനിറ്റിൽ ഇവിടെ മരിക്കുന്നുണ്ട്. ജീവിതം ഒഴുകുകയാണ്, പുഴയൊഴുകുന്നത് പോലെ. കഴിഞ്ഞ നാളിൽ US കാലിഫോർണിയയിലുള്ള ഒരു സെമിട്രിയിലൂടെ കടന്നു പോകുവാൻ ഒരവസരമുണ്ടായി. വളരെ പ്രശസ്തനായ മൈക്കിൾ ജാക്സന്റെ കല്ലറയിലൂടെ ഒരു യാത്ര. ഇന്നേക്ക് 10 വർഷം മുമ്പ് മരണത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. കഴിഞ്ഞ നാളിൽ ആ സെമിട്രി കാണുവാൻ കടന്നുപോയപ്പോൾ യൂറോപ്പിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ അവിടെ വന്നിട്ടുണ്ട്. അതിൽ എന്നെ അതിശയിപ്പിച്ച കുറേ വ്യക്തിത്വങ്ങളെ എനിക്ക് കൂട്ടിമുട്ടുവാൻ ഇടയായി. ജീവിതത്തിൽ വളരെ നല്ല നിലയിൽ പോകുന്ന, വളരെ നല്ല ജോലിയുള്ള, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ച് കടന്നു പോകുന്ന പലരും ഈ സെമിട്രിയിൽ വന്ന് തമ്പടിച്ച് കിടക്കുകയാണ്. സുഹൃത്തെ, കാണുക, 10 വർഷം മുമ്പ് മരിച്ച് ജീവിതത്തിൽ അവരുടെ ഒരു മോഡലായി കടന്നുപോയ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ഇന്നും രാജ്യം മാറി ഒരു സെമിട്രിയുടെ പുറത്ത് ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം. അവരോട് സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ അവർ ജീവിതത്തിൻ്റെ പേർപ്പസായി കാണുക, തങ്ങളുടെ ആരാധന പുരുഷന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക. മണ്ടത്തരമെന്ന് അകത്ത് തോന്നിയെങ്കിലും വിളിച്ചു പറയുവാനുള്ള കരുത്തില്ലാതെ ഇറങ്ങി നടക്കുമ്പോൾ, ഇന്ന് യൗവനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു ചിന്ത, വളരെ വ്യക്തമായ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ കടന്നു പോകുന്ന യൗവനങ്ങൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ്, അക്കൗണ്ട്സ്, അങ്ങനെ ഓരോ ഏരിയയിൽ കടന്നു പോകുന്ന യൗവനങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാത്തത് കൊണ്ട് എവിടെയൊക്കെയോ ലൈഫ് കൊണ്ടുപോയി ഇങ്ങനെ മാറ്റി വെക്കുന്നു.
കുറച്ച് പേർ മൊബൈലിൽ, മറ്റു ചിലർ സോഷ്യൽ മീഡിയയിൽ, എന്തിനേറെ ബോറടിക്കുന്നതിൻ്റെ പേരിൽ ഇഷ്ടമില്ലാത്ത ഫിലിം വരെ മണിക്കൂറുകൾ കണ്ട് കടന്നു പോകുന്ന ഒരു ജനമായി നമ്മൾ മാറ്റപ്പെട്ടു. അല്ലയോ പ്രിയപ്പെട്ട ചങ്ങാതി, ഒരു കാര്യം ഓർക്കുക, നീ ഈ ലോകത്ത് ഒരു മിസ്റ്റേക്ക് അല്ല. ഒരിക്കലെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥം നീ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ആർക്കും വേണ്ടാതെ എങ്ങനോ ജനിച്ച വ്യക്തി, യുവാവാകാം, യുവതിയാകാം, നമ്മളൊരു മിസ്റ്റേക്കാണെന്നും നമ്മളൊരു ആക്സിഡൻ്റ് ആണെന്നും ആകസ്മിക ജനനമാണെന്നും ഒക്കെ നമ്മൾ കരുതി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ്. ജെറമ്യാ 1:5, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം എടുക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞതാണെന്ന്. യെശയ്യാ 44:2, ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം വിളിച്ച, രൂപപ്പെടുത്തിയ, ഗർഭം നൽകിയ എൻ്റെ ദാസനെ യാക്കോബേ എന്നുള്ള വിളി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യൗവനമേ, ഒരിക്കലെങ്കിലും എന്തിനാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത്? എന്തിനാണ് ലേറ്റായി ഞാൻ ഉറങ്ങുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തെ നിങ്ങൾ ചിന്തിക്കണം. ഒരപ്പൻ്റെയും അമ്മയുടെയും ഏതോ തരത്തിലുള്ള ശാരീരിക ആകർഷണത്തിൽ ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് കരുതിയാൽ തെറ്റാണ്. ഒരാകർഷണത്തിന് അപ്പുറം ദൈവം തൻ്റെ പിതാവിനാൽ ആകർഷിച്ച് ദൈവം സൃഷ്ടിച്ച ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് നീ എന്ന് ചിന്തിക്കുക. അതെ, നീ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവം സമയം നൽകിയ, ദൈവം രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഓർക്കുക, ബൈബിൾ പ്രകാരം ഈ ലോകത്തിന് 6000 വർഷങ്ങളുടെ ചരിത്രത്തിൻ്റെ പാരമ്പര്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രായം വളരെ ചെറുതാണെങ്കിലും ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 139 അതിൻ്റെ 13 തൊട്ട് 16 വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് ദൈവം നിങ്ങളെ മെനഞ്ഞപ്പോൾ നിങ്ങളുടെ രൂപം എനിക്ക് അജ്ഞാതമായിരുന്നില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, കാരണം അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. എനിക്ക് രൂപമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എൻ്റെ നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവയെല്ലാം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാണ് ബൈബിൾ പറയുക. പ്രിയ ദൈവ പൈതലേ, അപ്പനോടാണോ ദേഷ്യം? എൻ്റെ അമ്മയോടോ? അതോ എൻ്റെ ടീച്ചേഴ്സിനോടോ? ഒരു ശുഭിത യൗവനം, എൻ്റെ മുടിയും എൻ്റെ താടിയും ഈ ലോകത്തിൻ്റെ ഫാഷനിൽ വളർത്തി ആരെയും ഫേസ് ചെയ്യാതെ അല്പം കുനിഞ്ഞ് നീ നടക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ മുകളിൽ നീ ഒരു കീഴടക്കപ്പെട്ട വ്യക്തിയായി മാറുമ്പോൾ ദൈവം നിന്നെ സ്പർശിക്കുന്നു എന്ന് തിരിച്ചറിയുക നല്ലതാണ്. അല്ലയോ ദൈവവേദലേ, ഒരിക്കലെങ്കിലും നിന്റെ ദൈവപദ്ധതിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എടുത്തു നോക്കുക. ലോകത്തിൽ എല്ലാ വസ്തുക്കളും, എല്ലാ വ്യക്തികളും അവർ ഈ ലോകത്തിലായിരിക്കുന്നതിൻ്റെ റീസൺ, അതുമല്ലെങ്കിൽ ഏതു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ജനനത്തിൻ്റെ റീസൺ അവരിൽ നിന്ന് വെളിയിലാണ് ഈ ലോകത്ത് കാണുവാൻ പറ്റുക. ഒരു മനുഷ്യൻ്റെ ജനനത്തിന് റീസൺ അവൻ്റെ മാതാപിതാക്കന്മാരാണ്. ഒരു മൃഗത്തിൻ്റെ ജനനത്തിൻ്റെ റീസൺ അതിൻ്റെ പൂർവ്വപിതാക്കന്മാരാണ്. ഒരു പുല്ലിൻ്റെ റീസൺ അതിൻ്റെ മുകളിലുള്ള ജീനിയോളജി വരുന്ന വസ്തുക്കളാണ്. ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും അസ്തിത്വം അവരിൽ നിന്ന് വെളിയിലാണ്. എന്നാൽ ലോകത്തിൽ ദൈവം മാത്രമേ തൻ്റെ അസ്തിത്വം, എൻറ്റിറ്റി, അതിൻ്റെ റീസൺ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുള്ളൂ. കാരണം
അവനെപ്പോലെ ഒരു ദൈവം ലോകത്തിൽ ഇല്ല. ഓർക്കുക, നിന്റെ ജനനത്തിൻ്റെ റീസൺ നീയല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥം നിനക്ക് കണ്ടെത്തണമെങ്കിൽ അത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലയോ യൗവനമേ, ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാം. ക്രൈസ്റ്റ് എന്ന് പറയുക ഒന്നും അവനെ കൂടാതെ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സമസ്തവും അവനിലൂടെ ഉണ്ടായി എന്ന് യോഹന്നാൻ 1:3. നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ വിചാരിക്കും, ഞാൻ ഇങ്ങനെയായത്, എൻ്റെ പൊക്കം, എൻ്റെ വണ്ണം. അല്ലയോ മകളെ, എല്ലാം ദൈവം അറിഞ്ഞ് ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ കണ്ടു 139 സങ്കീർത്തനം, സാംസ് 139. അതിൽ പറയുന്നു, നിന്റെ എല്ലാ ഡീറ്റെയിൽസും ദൈവം അറിഞ്ഞാണ് സൃഷ്ടിക്കുക. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മുടി, നമ്മുടെ ഷേപ്പ്, നമ്മുടെ രൂപഭാവങ്ങൾ മുഴുവൻ ദൈവം അറിഞ്ഞ് സൃഷ്ടിച്ചതാണ്. അടുത്തൊരു ചോദ്യം, ഞാൻ എന്ന് ജനിക്കണം? എന്ത് ജനിക്കണമെന്ന് തീരുമാനിക്കുക ഞാനായിരുന്നില്ല. ഞാൻ എവിടെ ജീവിക്കണം അത് തീരുമാനിക്കുന്നതും ഞാനല്ല. എന്നാൽ അപ്പസ്തോല പ്രവൃത്തികൾ, ആക്ട്സ് ചാപ്റ്റർ 17:26, 17:26 വചനം വ്യക്തമാക്കുന്നു, ഒരുവനിൽ നിന്ന് ദൈവം സകല ജനത്തെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന ദേശങ്ങളും ദൈവം അലോക്കേറ്റ് ചെയ്തു കൊടുത്തു. ഓർക്കുക, ആദത്തിലൂടെ ദൈവം സകല ജനത്തെയും സൃഷ്ടിക്കുകയാണ്. എന്ന് വച്ചാൽ നീ സൃഷ്ടിക്കപ്പെടുന്നത് 1970s 1990s 2000 അല്ല. പിന്നെയോ ദൈവം യുഗങ്ങൾക്ക് മുമ്പേ പ്ലാനിട്ട് പദ്ധതി എഴുതി വെച്ച് ദൈവം നിന്നെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഓർക്കുക, നീ ജീവിക്കേണ്ടതും അവന് വേണ്ടിയാണ്. മടുത്തു എന്ന് തോന്നുന്ന ഒരു സമയത്തിലൂടാണോ കടന്നു പോവുക? ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ബൈബിൾ ഇങ്ങനെയാണ് പറയുക, യെശയ്യാ 43, ഐസയ്യാ 43, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഇതാ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, ഇതാ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു, കാരണം നീ എൻ്റേതാണ്. നീ സമുദ്രത്തിലൂടെ, നീ വെള്ളത്തിലൂടെ, നീ അഗ്നിയിലൂടെ, നീ ഏത് സാഹചര്യങ്ങൾ കടന്നു പോയാലും ഇവയൊന്നും നിന്നെ നശിപ്പിക്കുകയില്ല. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്. സേബയും എത്യോപ്യയും ഈജിപ്തും നിനക്കായി ഞാൻ വിട്ടുകൊടുക്കുമെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതൊരു കഥയാണെന്ന്. അല്ല. അല്ലയോ മോനെ, അല്ലയോ മോളെ, നമ്മൾ മടുത്തു എന്നാണോ കരുതുക? ചെയ്യാൻ ഒന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതം ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കാം. ഒരു കാര്യം ഓർക്കുക, നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. ഒരു ചെറിയ സമ്മതപത്രം, ഒരു കവനൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് ദൈവവുമായി ഒന്ന് സറണ്ടർ ചെയ്യാൻ പറ്റുമോ? എത്ര പേരാ എന്നെക്കൊണ്ട് പ്രയോജനമില്ലെന്ന് കരുതുക. ഐ ആം ഫെഡ് അപ്പ്, ഞാൻ മടുത്തു, എനിക്ക് മരിച്ചാൽ മതി. മുന്നോട്ടുള്ള യാത്രകളിൽ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ ചില എക്സാമിൻ്റെ പേരിൽ, ചില സ്ട്രെസ്സിൻ്റെ പേരിൽ, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആർക്കും വേണ്ട എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവം നിനക്കായി ഒരുക്കി വച്ച നിൻ്റെ മേലുള്ള ഒരു പദ്ധതി നീയല്ലാതെ വേറൊരാൾക്ക് ചെയ്തു തീർക്കാനാവില്ല. ഒരു കാര്യം ഇന്നോർത്തുകൊള്ളുക, നിനക്ക് പകരം നീ മാത്രമേ ഉള്ളൂ. അല്ലയോ മകനെ, അല്ലയോ മകളെ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാം. നിങ്ങൾ ദൈവത്തിന് ഇന്ന് സമർപ്പിക്കുമെങ്കിൽ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. അല്ലയോ ദൈവവേദലേ, നീ ഈ ലോകത്ത് ഒരു ഫ്ലൂക്കല്ല, ഒരു ലക്കല്ല, ഒരു മിസ്റ്റേക്കല്ല. ദൈവം വളരെ വ്യക്തമായി സമയമെടുത്ത് പെയിൻ എടുത്ത് സൃഷ്ടിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിൻ്റെ പിതാവിൻ്റെ ജീവൻ
ഒരു ഡ്രോപ്പിൽ 500 മില്യൺ വരെയുള്ള ലൈഫിന് നടുവിൽ നീ മാത്രമാണ് നിൻ്റെ അമ്മയുടെ എഗ്ഗിനെ കൂട്ടിമുട്ടുകയും ഒരു ജനനമായി മാറുകയും ചെയ്തത്. ബാക്കിയുള്ളത് എവിടെ എന്ന് വച്ചാൽ നിൻ്റെ ലൈഫിൻ്റെ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ ഒരു 500,000 ഓടിത്തോൽപ്പിച്ചൊരു വ്യക്തിയാണ്. എന്ന് വച്ചാൽ നീ വിലയുള്ളൊരു വ്യക്തിയാണ്. നീ ജനിക്കണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു സർപ്രൈസുമില്ല. ദൈവം കാത്തിരുന്ന് ദൈവം വെയിറ്റ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ് നീ എന്ന് പറയുന്ന വ്യക്തി. അല്ലയോ പൈതലേ, ഈ സമയത്ത് നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മേൽ ഉടലെടുക്കാം. കുറേ പ്രശ്നങ്ങൾ, കുറേ പ്രോബ്ലംസ്. പക്ഷെ ഓർക്കുക, ഓരോ പ്രോബ്ലമും നമ്മുടെ ദൈവപദ്ധതി വെളിയിൽ കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് നമുക്ക് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. റോമൻസ് 8:28 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയിലേക്കുള്ള ഒരു ട്രാവലിംഗ് പാത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിനെ പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാം. നമ്മുടെ ചിന്തകൾക്കതീതം ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് മാറാം. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ചിലപ്പോൾ നിങ്ങൾ ജനിക്കുവാനുണ്ടായ കാരണം ഒരു നിയമപരമായി ജനിക്കുവാൻ സാധ്യതയില്ലാത്ത വ്യക്തി വരെ ആകാം. എന്നാൽ ഓർത്തുകൊള്ളുക, മാതാപിതാക്കൾ നിയമപരമല്ലാത്ത ഒരു സാധ്യതയിലൂടെയാകാം കടന്നുപോയത്. എന്നാൽ നിങ്ങൾ അനുവദിക്കപ്പെട്ട നിയമപരമായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് ഏത് സാഹചര്യമാണെങ്കിലും, ഏത് തരത്തിലുള്ള പേരൻസ് ആണെങ്കിലും, നീ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്കിന്ന് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഒന്ന് സമർപ്പിക്കുമെങ്കിൽ റോമ 12:1 ഏറ്റവും വലിയ ആരാധന, ഓഫർ യുവർ ലൈഫ് ആസ് എ ലിവിങ് ആൻഡ് അക്സെപ്റ്റബിൾ സാക്രിഫൈസ്. നിൻ്റെ ജീവിതത്തെ ദൈവത്തിന് സജീവവും പ്രീതികരവുമായ ഒരു ബലിയായി സമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നമുക്കത് കണ്ണുകൾ അടയ്ക്കാം. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? മരണത്തെ പുൽകുവാൻ എനിക്കൊരു മോഹമുണ്ടാകുന്നുണ്ട്. എവിടെയൊക്കെയോ ഒരു നിരാശ എന്നെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കോണിലാണ് ഇരിക്കുന്നതെങ്കിലും അല്പസമയം നിങ്ങളുടെ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇതൊരു വലിയ സമയമാണ്. നിങ്ങളിലൂടെ കടന്നു പോവുക, ഒരു ട്രാവൽ ചെയ്യുക. നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നസ്രാനായ യേശുക്രിസ്തുവേ, ഇന്ന് പരിപൂർണമായി എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്കായി സമർപ്പിക്കുകയാണ്. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും നിൻ്റേതാണ്. ഞാനാകെ ഒരു രോഗിയായ അവസ്ഥയിലായി. എനിക്കൊരു പദ്ധതിയില്ല, എനിക്കൊരു തീരുമാനമല്ല. എവിടെയൊക്കെയോ ഞാൻ വീണുപോയി. എൻ്റെ പിതാവേ, നിൻ്റെ വലിയ സാന്നിധ്യത്താൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അങ്ങ് നല്ല ദൈവമാണ്, എൻ്റെ സൃഷ്ടാവാണ്, എൻ്റെ പരിപാലകനാണ്. ദൈവം നിരവധി പേരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ ഒരു ആക്സിഡൻറ്റിലൂടെ കടന്നു പോവുകയും ശരീരത്തിൽ ഏതോ ഒരു അവയവത്തിന്, ഏതോ ഒരു ബോഡി പോർഷന് ഏതോ രീതിയിലുള്ള ഒരു ഡിഫോമിറ്റി വരികയും അതിനുശേഷം ഒരു നിരാശയിലൂടെ കടന്നു പോകുന്ന, കട്ടിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ കാഴ്ചയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. പഠിക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും പ്രയാസം നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ മേൽ ദൈവം തൻ്റെ കരം വെച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ സമയം നമ്മുടെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുക്കാം. നിരവധി പേരുകൾ ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. നിരവധി വ്യക്തികളെ ദൈവം ഏറ്റെടുക്കുകയാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്ന്
കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, എന്നെ നിനക്കായി വിട്ടുതരുന്നു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഇതാ ദൈവം നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഹോംവർക്ക്. ക്രൈസ്റ്റ് കൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ സംസ്കാരത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങളൊരു നിരാശയിലാണോ? ജീവിതത്തെ വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? കഠിനമായ പാപത്തിലാണോ? നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കാണോ? ഉറപ്പായി നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതൊക്കെ ക്ലൂവാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്നല്ല യാത്ര ചെയ്യുക. എങ്ങനെ തിരിച്ചു വരാം? ഈ തിരിച്ചുവരവിനാണ് ഇന്ന് ഹോംവർക്കായി മാറുക. 2 പോയിൻ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. പോയിൻ്റ് നമ്പർ 1, ഇന്ന് തൊട്ട് നമുക്ക് ദൈവവുമായി ഒരു കണക്ഷനിലേക്ക് വരാം. അതിന് 2 സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, ഒരു വ്യക്തിപരമായി ദൈവവുമായി നമുക്ക് ഒരുമിച്ചിരിക്കാം. പറ്റുമെങ്കിൽ ഇന്ന് പോയിട്ട് ഒരു 15 മിനിറ്റ് ബൈബിൾ എടുത്ത് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ആരാധനയുടെ മുന്നിൽ ദൈവവുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. 15 മിനിറ്റ് നിങ്ങളിങ്ങനെ പറയണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ നിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 15ാമത്തെ മിനിറ്റിൽ നിങ്ങൾ ബൈബിൾ ഓപ്പൺ ചെയ്യണം. കിട്ടുന്ന ചാപ്റ്റർ നിങ്ങൾ വായിക്കുക. ഇന്ന് തൊട്ട് ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ ബൈബിൾ വായിക്കാനുള്ള ഒരു തീരുമാനവുമായി ആ ബൈബിൾ വായിക്കുക. എവിടെയെങ്കിലും ആ വാക്യത്തിൽ കണ്ണുടക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം നിങ്ങളോട് നേർക്കുനേർ സംസാരിക്കും. എഴുതുക. ദൈവത്തിൻ്റെ വലിയ ജ്ഞാനമെടുത്ത് നിങ്ങൾ അവയെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇന്നത്തെ ഹോംവർക്ക് നിങ്ങളെ നടത്തട്ടെ. ഈ പ്രോഗ്രാം അനുഗ്രഹമായി മാറ്റട്ടെ. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തെ കീഴ്മേൽ മറിച്ച നിരവധി പേരെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോയ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വെക്കുക. ജെറമ്യ 29:11-12 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് 99% വേണ്ട. ദൈവത്തിന് വേണ്ടത് 100% നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കാൻ? 100% ദൈവത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ ഈ ഹോംവർക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയ ടേണിംഗ് പോയിൻ്റായി മാറ്റും. നിങ്ങളുടെ ലൈഫിനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വരും. പ്രോഗ്രാം വൈൻഡപ്പ് ആകുകയാണ്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആശയങ്ങളോ നിങ്ങളുടേതായ അഭിപ്രായങ്ങളോ അറിയിക്കണമെങ്കിൽ ഈ കാണുന്ന കോൺടാക്റ്റിൽ നിങ്ങൾ ബന്ധപ്പെടുക. വീണ്ടും ഞങ്ങൾ കടന്നു വരും പുതിയ തീരുമാനവും പുതിയ പ്രതീക്ഷയുമായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സല്യൂട്ട് ക്രൈസ്റ്റ്.